ഹായ് മക്കളെ, നമ്മൾ എജ്യൂപോർട്ടിൻ്റെ നീറ്റ് ആൻഡ് ജെഇ റിപ്പീറ്റേഴ്സ് കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ നേരിടുന്ന ഒരു പാർട്ടാണ് ക്ലാസ്സിൽ എടുക്കുന്ന നോട്ട്സ് എങ്ങനെ എഴുതണം എന്നുള്ളത്. അതിലൊരു ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. അപ്പം അവർക്ക് ആ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ കേരളത്തിൽ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന മുഴുവൻ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാത്രം റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഏത് ക്ലാസ് പഠിക്കണമെങ്കിൽ ക്ലാസ്സിൽ എങ്ങനെ നോട്ട് എഴുതുന്നത് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ. സോ ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഹൗ ടു ടേക്സ് നോട്ട്സ് സയൻറ്റിഫിക്കലി, ശാസ്ത്രീയമായിട്ട് എങ്ങനെ നോട്ട് എഴുതാം. ഇതിലെല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. ആൻഡ് നിങ്ങൾ വേറൊരു അഡ്വൈസും സ്വീകരിക്കേണ്ട, നിങ്ങൾ ഇത് കോൺഫിഡൻ്റ് ആയിട്ട് കൂടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ അത്രക്കും കോൺഫിഡൻ്റ് ആണ് ഞാനിതിൽ. ഓക്കെ, ബൈ ദ വേ എന്താണ്, എജ്യൂപോർട്ടിൻ്റെ നീറ്റ് ആൻഡ് ജെഇ റിപ്പീറ്റർ ബാച്ചിൽ അഡ്മിഷൻ ഓൾമോസ്റ്റ് ക്ലോസ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് ക്യാമ്പസ് ഒക്കെ ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, താഴെ കാണുന്ന കമൻറ്റിൽ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുക, ഞങ്ങൾ വിളിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരിക്കും. അപ്പോൾ തുടങ്ങാല്ലേ. തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു 1, 2, 3, 4 പോയിന്റുകൾ, സയൻറ്റിഫിക് ഫാക്റ്റുകൾ പറയാനുണ്ട്. അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ നോട്ട് ടേക്കിങ് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യുക. നിങ്ങളടാ ഈ 63x27 നിങ്ങൾ പെന്നും പേപ്പറൊന്നും നോക്കാതെ എന്ത് ഒന്ന് മനക്കണക്കായിട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു നീറ്റും ജെഇയൊക്കെ റിപ്പീറ്റ് ചെയ്യാനല്ലേ അത് നോക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതൊക്കെ മനക്കണക്കായി ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര നല്ല കാര്യമായിരിക്കും. നമുക്ക് നോക്കാം എത്ര ആൾക്കാർക്ക് മനക്കണക്കായിട്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു കാര്യം എനിക്ക് ഓൾമോസ്റ്റ് ഗസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരെന്തായിരിക്കും ഈ ചോദ്യം കേട്ട് മനക്കണക്കായി ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ശരിയല്ലേ? ഇനി ഇതേ സിറ്റുവേഷൻ ഇതേ ചോദ്യം മറ്റൊരു സിനാരിയോയിൽ ഞാൻ പറയാം. അതായത് നമ്മൾ രണ്ടാളിങ്ങനെ നടക്കുകയാണ്. ഓക്കെ, നമ്മൾ ഓരോ കഥകളൊക്കെ പറയുന്നത് ഭാവിയെക്കുറിച്ച് ഇങ്ങനെ സ്വപ്നം കാണുന്നൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഞാൻ നിന്നോട് പറയടാ, നീ 63x27 ഒന്ന് ചെയ്തേ മനക്കണക്കായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന നിങ്ങൾ റെസ്പോൺസ് എന്താ, നിങ്ങൾ നടത്ത അവിടെ നിൽക്കും അല്ലേ? ശരിയല്ലേ? എന്നിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുകയല്ലേ ചെയ്യുക. അതായത് വളരെ ഇൻവോളണ്ടറി ആയിട്ടാണ് നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്നത് അല്ലേ? അതായത് ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് സാധനമാണ്, അപ്പം ഞാൻ നടക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യാണ്, ബൈ ഡിഫോൾട്ട് മനസ്സിലാവാണ്, സ്റ്റോപ്പ് ചെയ്യണം, എന്നിട്ട് ഇൻവോളണ്ടറി ആയിട്ടല്ല ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇനി ഇതേ ചോദ്യം 63x27 പകരം ഞാൻ നിങ്ങളോട് 5+4 ചെയ്യുന്നെങ്കിൽ എന്താ, നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യില്ല, നടത്തോ നിൽക്കില്ല, ഒറ്റയടിക്ക് നമ്മൾ 9 എന്ന് പറയില്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല എഫേർട്ടുള്ള മൾട്ടിപ്പിൾ ടാസ്കുകൾ ബ്രെയിനിന് ചെയ്യാൻ എന്താണ് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ്. അതായത് നമ്മൾ എഫേർട്ട്ലെസ്ലി ആയിരിക്കും നമ്മൾ നടക്കുന്നുണ്ടാവുക. പക്ഷെ അപ്പോൾ പോലും എന്താ, ഇതുപോലത്തെ ഒരു സാധനം നടക്കുമ്പോൾ നടത്ത അവിടെ നിൽക്കട്ടെ, ആദ്യം ഇത് ചെയ്യട്ടെ എന്നുള്ള ഇതുണ്ടാവും. ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ക്ലാസ് കേട്ടുകൊണ്ട് ക്ലാസ്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് നോട്ട് എഴുതുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല കാര്യമല്ല. ഒരേ സമയത്തും രണ്ടും എന്താണ് നല്ല എഫേർട്ട് വേണ്ട കാര്യമാണ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നീറ്റ് ജെഇ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ 10th +1 +2 പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നല്ല റാങ്കും നല്ല മാർക്കിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ, അടിപൊളി ക്ലാസ് ആണോ, നിങ്ങൾ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള നോട്ട്സ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണോ? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ബ്രെയിൻ എത്രമാത്രം എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്കുള്ള 6 പാക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മളെന്താണ് നാട്ടിൽ ഏറ്റവും അടിപൊളി ജിമ്മിൽ മോസ്റ്റ് മോഡേൺ മെഷീനറിലെ ജിമ്മിൽ നമ്മൾ പോയി ഭയങ്കര ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടിയ ഒരു ട്രെയിനറാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലല്ലേ, നമ്മൾ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതല്ലേ. അതേപോലെ തന്നെയാണ് ബ്രെയിൻ എത്രത്തോളം വർക്ക് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന മാർക്കും റാങ്കും. ഇതാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അനുഭവം ഉണ്ടാവും. അതായത് ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് സാറ് ക്ലാസ്സിൻ്റെ പുറത്ത് പോയിട്ട് 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ആ ക്ലാസ് പഠിപ്പിച്ച 60% കാര്യങ്ങളും നമ്മളോട് മറന്നു എന്നാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ സാറ് ക്ലാസ്സിന് പോയി കഴിഞ്ഞ പീരീഡ് ഏത് സാറാന്ന് പോലും ചിലപ്പോൾ നമ്മളോട് മറന്നു പോകാൻ ചാൻസ് അല്ലേ. അതെങ്ങനെയാണ് മറക്കാതിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സാറ് ക്ലാസ് പോയതിന് ശേഷം നമ്മൾ ആ നോട്ട് എന്ത് ചെയ്യാണ്, ആ നോട്ട് നമ്മളൊന്ന് വായിക്കുക, അല്ലെ സാറ് ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാൻ ശ്രമിച്ചാൽ അതെന്ത് ചെയ്യും, മറക്കുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. 10%-ലേക്കൊക്കെ കുറയും. ഓക്കെ, ഇതാണ് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. നാലാമത്തെ ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് പറയാണ്, ഞാൻ +1 +2 ഭയങ്കര ഒരു പഠിപ്പിസ്റ്റായിരുന്നു മാത്രമല്ല, എനിക്ക് നല്ല അടിപൊളി നോട്ട് ഉണ്ടായിരുന്നു. അടിപൊളി നോട്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു പോയിന്റ്, ഒരു ഇക്വേഷൻ V = U + AT, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യം ഞാനൊരു ചുവന്ന വര കൊണ്ട് വരയും. ഓക്കെ, പിന്നെ ചുവന്ന പെന്നുണ്ട്, പിന്നെ എനിക്കൊരു പച്ച പെന്നുണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതിനെന്ത് ചെയ്യും, ഒരു ബോക്സൊക്കെ ഇടും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരാവശ്യവും പരീക്ഷ എടുക്കുമ്പോൾ എനിക്കിത് നോക്കാൻ പോലുള്ള സമയം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, നോക്കുന്നതിൽ വലിയ കാര്യമില്ല എന്നാണ് ഏറ്റവും അവസാനം ജെഇയുടെ അവസാനത്തെ മാസം ഞാൻ മനസ്സിലാക്കിയത്. അതായത് നമ്മൾ എസ്പെഷ്യലി എന്താണ്, നമ്മൾ കുറച്ച് കൺസെപ്റ്റ് ലെവലായിട്ടുള്ള എക്സാമുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഈ ഇക്വേഷൻസ് ഒന്നും നോട്ട് നോക്കി ഓർത്തെടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് എവിടെ എത്താൻ പറ്റില്ല.
കാരണം എങ്ങനെ നമ്മൾ ഇതൊക്കെ ഹൃദ്യസ്ഥാക്കുക, നമ്മൾ വീണ്ടും വീണ്ടും പ്രോബ്ലംസ് ചെയ്തിട്ട് ഈ ഇക്വേഷൻസ് ഒക്കെ അങ്ങ് മനപ്പാടാവും. മാത്രമല്ല ഇവിടെ ഈ ഇക്വേഷൻ ആണോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളെ നോട്ടിൽ മാക്സിമം ഇക്വേഷൻ ഉണ്ടാവും അല്ലേ, പക്ഷേ ശരിക്കും എന്താണ് ഓരോ സിറ്റുവേഷനനുസരിച്ച് വീക്കും യൂക്കൊക്കെ ഏത് സൈൻ എടുക്കണം എന്നുള്ളതൊക്കെ അല്ലേ നമ്മളെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതെങ്ങനെയാണ് നമ്മൾ പഠിക്കുക? ചോദ്യം ചെയ്താണ്. ബയോളജിയിലാണ് റിവൈസ് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാണ് എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും നമ്മൾ മനപ്പാടാക്കുക, ബൈഹാർട്ട് ചെയ്യുക. അപ്പം ഈ നോട്ടിന് എന്താണ് വളരെ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എവിടെയാണ് നോട്ട് അതിൻ്റെ ആവശ്യം വരുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ചോദ്യമൊക്കെ ചെയ്തു, ആ ചോദ്യം ചെയ്തപ്പോൾ നമുക്ക് ഉത്തരം തെറ്റി. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ ഇപ്പോൾ v മൈനസ് യു ടി എന്നാണ് നമ്മൾ v u മൈനസ് AT എന്നാണ് നമ്മൾ കൊടുത്തെന്ന് എഴുതുക. അതെന്താ അങ്ങനെ തെറ്റി? അപ്പോൾ നമ്മൾ വെറുതെ നോട്ട് മറിച്ച് നോക്കുമ്പോൾ ഓ u മൈനസ് u പ്ലസ് ആണല്ലേ. ഈ ഒരു സാധനം മാത്രമാണ് എന്ത് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഫറൻസിനാണ് നോട്ട്, അല്ലാതെ പഠിക്കുക എന്നുള്ളതല്ല. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ല ഈ 4 പോയിന്റുകൾ. ഏതൊക്കെ 4 പോയിന്റ് പറഞ്ഞത്? ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നടാ? മൾട്ടിപ്പിൾ കാര്യം, ക്ലാസ്സിൽ കേൾക്കലും നോട്ട് എടുക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ബ്രെയിൻ എത്രമാത്രം എഫേർട്ട് ഇടുന്നത് ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത്തെ 60% നമ്മൾ മറന്നു പോകും, അത് ഒഴിവാക്കണമെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ റിവൈസ് ചെയ്യണം. ആൻഡ് നാലാമത്തെ പാർട്ട് എന്താ? ഈ സാധനം അല്ലേ, നോട്ട് ടേക്കിങ് വലിയ കാര്യമൊന്നുമില്ല അവസാനമാകുമ്പോഴത്തേക്ക്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ നോട്ട് എടുക്കണം. അതായത് ഞാനിത് പറയുമ്പോൾ ചില കുട്ടികൾ സാർ ഇനി ഞാൻ ക്ലാസ്സിൽ നോട്ട് എടുക്കുന്നില്ല എന്ന് വിചാരിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിങ്ങൾ നോട്ട് എഴുതുമ്പം ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഉറക്കമൊന്നും വരില്ല. നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ സിനിമ കാണുന്നില്ല ഇരുന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ തോട്ട് വേറെ ഏതോ സൈഡിൽ പോവും, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഉറക്കം വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നോട്ട് എഴുതാം. മിനിമം എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഈവൻ 0. ഓക്കെ, അതായത് ക്ലാസ്സിൽ ഫോക്കസ് നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നിങ്ങൾ ഓരോന്ന് കുറിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല. അതല്ല നമ്മൾ ഫൈനൽ നോട്ടാൻ പോകുന്നത്. ഫൈനൽ നോട്ട് ഇനി വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പം v = u + AT എന്ന ഇക്വേഷനിൽ ചിലപ്പോൾ സാർ v = ഫൈനൽ വെലോസിറ്റി, u ഇനീഷ്യൽ വെലോസിറ്റി, a ആക്സിലറേഷൻ, t ടൈം പീരീഡ് എന്നൊക്കെ പറയും, ടൈം ടേക്കൺ എന്നൊക്കെ പറയും. അതൊന്നും നമ്മൾ v = u + AT അത് മാത്രമേ എഴുതി വെച്ചുള്ളൂ. അത് ക്ലാസ്സിന് ഫോക്കസ് പോകുമ്പോൾ അന്നേരം നമ്മൾ ഇത് നിർത്തും. പിന്നെ ചില ടീച്ചേഴ്സ് എജ്യൂപോർട്ടിലൊക്കെ ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, നോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്യാറുണ്ട്, നോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, പോസ് ചെയ്യാറുണ്ട്. അപ്പം ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് നോട്ട് എഴുതുന്നത് കുഴപ്പമൊന്നുമില്ല, ഫൈൻ, നിങ്ങൾ എന്ത് ചെയ്തോ വൃത്തിയിൽ എഴുതുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ ക്ലാസ് ആയിരിക്കണം എന്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഓക്കെ റൈറ്റ്, അതാണ് ക്ലാസ് എടുക്കുന്നതിന് ശേഷം. ഇനി നിങ്ങൾ ചെയ്യേണ്ട കേസ് എന്താ വെച്ചാൽ, ഇപ്പോൾ എജ്യൂപോർട്ടിലാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഓൺലൈൻ ബാച്ചിലൊക്കെ സെയിം സിസ്റ്റം തന്നെയാണ്. അതായത് നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങളെ ടീച്ചർ നിങ്ങളെ ക്ലാസ്സിൽ വന്ന് എഴുതിയിട്ടുള്ള ഈ ഡിജിറ്റൽ ബോർഡിൽ എഴുതിയ നോട്ടില്ലേ, അത് അതേപോലെ എന്ത് ചെയ്യും, നിങ്ങൾ ഹോസ്റ്റലിൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ആപ്പിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ, ഈ വിത്ത് ഈ റൈറ്റിങ്സ് അടക്കം. അപ്പം ഇതിൻ്റെ കൂടെ എന്താണ്, നിങ്ങൾ ക്ലാസ്സിൽ കുറച്ച് സാധനം ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്താണ് ഹോസ്റ്റലിൽ വന്ന് ആദ്യം ചെയ്യേണ്ട കാര്യം, ഇന്ന് ക്ലാസ്സിൽ സാർ എന്താ എടുത്തൊന്ന് പഠിക്കല്ലേ, ആ പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് നോട്ട് എടുക്കുക. വേണമെങ്കിൽ എന്ത് ചെയ്തു, നിങ്ങൾ ഫൈനൽ നോട്ട് എടുക്കാൻ പുതിയൊരു നോട്ടൊക്കെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല കേട്ടോ, ഇതിനായിട്ട് ഫിസിക്സ്. ഓക്കെ, അപ്പം ആ നോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മറ്റേ നോട്ട് വെച്ച് ക്ലാസ്സിൽ എന്താ പഠിപ്പിച്ചത് നോക്കുക. 3 ഇക്വേഷൻ പഠിപ്പിച്ചു, അതെന്തായിരുന്നു നോക്കണമെങ്കിൽ എന്താ, ഇതിൻ്റെ PDF ആപ്പിലുണ്ടാവും, ആ PDF നോക്കാം, ഇത് 3 ആയിരുന്നു അല്ലേ, 3 ഇങ്ങനെ എഴുതാം. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക, അതായത് ഇവിടെ നിങ്ങൾ നോട്ട് എഴുതല്ല ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക ചെയ്യുക, നമ്മൾ റിവൈസിങ്ങിൻ്റെ പ്രോസസ്സിലൂടെ എന്ത് ചെയ്യാണ്, നമ്മൾ നോട്ടും കൂടെ അതിൻ്റെ കൂടെ എഴുതുകയാണെന്നത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരേ സമയം പഠനവും നടക്കും, നോട്ടും എഴുതാൻ പറ്റും. നേരത്തെ പറഞ്ഞ 60% എന്താവും, അത് 10%ലേക്ക് കുറയും. നമ്മളെന്താ ക്ലാസ് കഴിഞ്ഞ ഉടനെ അത് റിവൈസ് ചെയ്യണം, എന്തൊക്കെയാണ് സാർ ക്ലാസ്സിലെടുത്തതെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എന്ത് ചെയ്ത് നോട്ട് എഴുതാൻ വേണ്ടി ഒത്തിരി സമയം വേസ്റ്റ് ചെയ്ത് റിവിഷൻ്റെ കൂടെ അത് ഓട്ടോമാറ്റിക്കലി നടക്കേണ്ട കാര്യമാണ്. എങ്ങനെ കുട്ടികൾ ടൈം വേസ്റ്റ് ചെയ്യുക, ഒന്നും പറഞ്ഞാൽ ഞാൻ നേരത്തെ ചെയ്ത മണ്ടത്തിൽ ബ്യൂട്ടിഫൈ ചെയ്യും, ഇങ്ങനെയൊക്കെ എഴുതും അല്ലെ, കുറച്ച് മയക്കൊക്കെ ചെയ്ത് സെൻട്രലാക്കി, അത് ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പ്രോബ്ലംസ് കുട്ടികൾ എന്ത് ചെയ്യും, ഫുള്ള് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതും, എന്നിട്ട് താഴെ സൊല്യൂഷൻസ് ഒക്കെ എഴുതും. സമയം വേസ്റ്റാണ്, കാരണം ഈ ചോദ്യങ്ങളൊന്നും പിന്നെ നിങ്ങൾ കാണാനൊന്നും പോകുന്നില്ല. അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ നമ്മുടെ മെറ്റീരിയലിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്ത് നിങ്ങൾ ചെയ്യണം, എന്തായാലും നമ്മൾ മെറ്റീരിയൽ പേജ് നമ്പർ 23 ക്വസ്റ്റ്യൻ നമ്പർ 3 ഇന്ന് മാത്രം ഇത് പേജ് 23 ക്വസ്റ്റ്യൻ നമ്പർ 3. അപ്പോൾ സാർ അപ്പോൾ പിന്നെ നോക്കുവാടാ, പിന്നെ നിങ്ങൾ നോക്കൂല, പിന്നെ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് അതാ, മെറ്റീരിയൽ എടുക്കുക, പേജ് 23 ക്വസ്റ്റ്യൻ നമ്പർ 3 നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് ഈ നോട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണല്ലോ. ഇവിടെ ഞാൻ വീണ്ടും പറയാണ്, ബ്രെയിൻ ആണെന്ത് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആക്റ്റീവ്ലി റീകോൾ ചെയ്തിട്ട് നോട്ട് ചെയ്താൽ വെറുതെ സമയം കളയരുത്. പിന്നെ ഒരു നല്ല കാര്യം കൂടി, ഈ ആക്റ്റീവ് റീകോളിന് ഒന്നും കൂടെ എന്ത് ചെയ്യാണ്, ഇത് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് എന്ത്, കീപ് റൈറ്റ് സൈഡ് ബ്ലാങ്ക്. അതായത് നിങ്ങളൊരു നോട്ട്, കുറച്ച് പൈസ ചിലവുള്ള കാര്യം കേട്ടോ, ഒരു നോട്ടിൽ ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റും ഉണ്ടാവില്ലേ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോട്ട് ചെയ്താൽ റൈറ്റ് സൈഡ് അവിടെ ബ്ലാങ്ക് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താ, നിങ്ങൾക്ക് ഫിസിക്സിന് ഇപ്പോൾ 5 നോട്ട് വേണം, അപ്പോൾ 10 നോട്ട് വേണ്ടി വരും, പകുതി പേജിൽ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അത് പറഞ്ഞാൽ പൈസ ചിലവുണ്ട്. പക്ഷെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്
നിങ്ങൾക്ക് ചിലപ്പം അനുഭവം ഉണ്ടാവും. നിങ്ങൾ പരീക്ഷ ഹാളിൽ കയറുന്നതിന് മുമ്പ് കുറേ എന്തെങ്കിലും സോഷ്യൽ സാധനമൊക്കെ ഇങ്ങനെ വായിച്ചൊക്കെ നോക്കിയിട്ട് പോയി സെയിം ക്വസ്റ്റ്യൻ പരീക്ഷയൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷിക്കും. പക്ഷേ എഴുതാനാകുമ്പോൾ എന്താ സംഭവിക്കുക? അയ്യോ മറുപടി തൊട്ട് മുന്നേ വായിച്ചല്ലേ ഷടാന്ന് കാലമൊക്കെ ഉണ്ടാവേ. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ അവിടെ പാസീവ് റീകോളാണ് ചെയ്തത്. എഴുതിയ സാധനം അതേപോലെ നിങ്ങളിങ്ങനെ വായിക്കുക ചെയ്തത്. അതുകൊണ്ട് എന്തില്ല, കാര്യമില്ല. അതിന് പകരം ആ പഠിപ്പിച്ചൊന്ന് മറച്ച് വെച്ചിട്ട് അതെന്തൊക്കെയായിരുന്നടാ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 5 പോയിന്റുകൾ റീസൺസ് എന്തായിരുന്നു എന്ന് നോക്കുമ്പോൾ 3 കിട്ടും. 2 അത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇത് 2 അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടായിരുന്ന പരീക്ഷകൾ. അത് തന്നെയാണ് എന്ത് ചെയ്യുക, ആക്റ്റീവ് റീകോൾ എന്ന് പറയാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് പൊത്തിപ്പിടിച്ചിട്ട് ആലോചിച്ച് നോക്കുക എന്തൊക്കെയായിരുന്നു അവിടെ പഠിപ്പിച്ചെന്നുള്ളത്. അതിന് മറന്നുപോയ പോയിന്റ് വേണേൽ ഒന്നും കൂടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഇതെല്ലാം ഒന്നും കൂടെ തുറന്നു നോക്കുക. പിന്നെ നിങ്ങൾ ചില പ്രോബ്ലംസ് ഒക്കെ എഴുതുമ്പോൾ എന്ത് ചെയ്യും, ചെയ്യുമ്പോൾ പുതിയൊരു പോയിന്റ് അവിടെ എഴുതാനുണ്ട്. അതൊക്കെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് ചുരുക്കി പറഞ്ഞാൽ ഒരു ടോപ്പിക്കിൽ ആ നോട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യും. അല്ലെ പല കുട്ടികൾക്ക് എന്താവും, ഫിസിക്സ് ചാപ്റ്റർ 1 ഒരു നോട്ട് ബുക്ക് ഉണ്ടാവും, അതിൻ്റെ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ വേറെ നോട്ട് ബുക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്താൽ അങ്ങനെ നിങ്ങൾക്ക് നടക്കും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ നോട്ട് ടേക്കിംഗ്. ആൻഡ് ഈ നോട്ട് എപ്പോഴും നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പേജ് പൊത്തിപ്പിടിക്കുക, എന്നിട്ട് റിവൈസ് ചെയ്യാൻ നോക്കാം. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഒരേ സമയം പഠിക്കും, നോട്ട് ടേക്കിങ്ങിന് സമയം വേസ്റ്റ് ചെയ്യില്ല, ക്ലാസ് മിസ്സായി പോകില്ല, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ആൻഡ് ദിസ് ഈസ് ദ പെർഫെക്റ്റ് വേ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനോ ഷെയർ ചെയ്യണമെന്നില്ല. ഇത് ആപ്പിലെ കുട്ടികൾക്കാണ് മെയിൻലി നമ്മൾ എന്ത് ചെയ്താൽ റിപ്പീറ്റഡ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പിന്നെ യൂട്യൂബിൽ കാണുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, ബാച്ചിൻ്റെ അഡ്മിഷൻ വേണമെങ്കിൽ ഫോം ഫില്ല്. ഓക്കെ, അപ്പം ശരി, ബൈ.